തുടക്കത്തിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് വന്ന് അവസാനം ഇത് മുഴുവൻ അഴിച്ചു പണിയേണ്ടി വരുന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ ഇത്. ഹലോ, എക്സിബിഷനൊക്കെ കുട്ടികൾക്ക് ബീഡ്സ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇതിന് നമ്മൾ 2 സൈസും 2 കളർ ബീഡുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം 6mm ഒരെണ്ണം 4mm ആണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളറാണ് ഞാൻ 4mmൻ്റെ ബീഡ് എടുത്തിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ കൊടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള എന്തെങ്കിലും ഒരു ഡിസൈനർ ബീഡ് എടുത്താൽ നന്നായിരിക്കും. ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന വൈറ്റിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു 8mm ഒക്കെയുള്ള ബീഡ് എടുത്താലും മതിയാവും. സെൻറ്ററിൽ ഒരു ലോക്കറ്റ് പോലെ കൊടുക്കാനാണ്. പിന്നെ വേണ്ടത് ഫിഷ് ഹൂക്ക്, എലാസ്റ്റിക് ത്രെഡ്, പിന്നെ സൈഡ് റിങ്. നമുക്ക് സൈഡിൽ ഫിഷ് ഹൂക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള സൈഡ് റിങ്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത്. വളരെ എളുപ്പത്തിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനും പറ്റും. എന്നാൽ നല്ല അടിപൊളി ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര ഹെവിയാണ് താനും, ചെയ്യാൻ സിമ്പിളുമാണ്. ആദ്യം നമുക്ക് എലാസ്റ്റിക് ത്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല ലെങ്ത്തിൽ തന്നെ നിങ്ങൾ ത്രെഡ് കട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇതിനെ കോർക്കുന്ന രീതി അനുസരിച്ച് നമുക്ക് ത്രെഡ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റണ്ട. ഞാൻ ലെങ്ത്ത് കൂട്ടിയിട്ടെങ്കിൽ പോലും അവസാനം വന്നപ്പോൾ എനിക്ക് കെട്ടിടാനുള്ള ആ ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നല്ല ലെങ്ത്തിൽ തന്നെ എടുത്തോളൂ. നമ്മുടെ മാലയ്ക്ക് വരുന്നതിൻ്റെ ഒരു 2 മടങ്ങൊക്കെ കൂടുതൽ എടുത്തോളൂ. ഇത് നമ്മൾ ഒരു ബീഡിലൂടെ വീണ്ടും കോർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ത്രെഡ് കൂടുതലായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒറ്റ പീസാണ് നമ്മൾ കട്ട് ചെയ്യുന്നതുണ്ടെങ്കിലും 2 ലെയറായിട്ടാണ് നമ്മൾ മാല കോർക്കുന്നത്. ആദ്യം നമ്മൾ ഫിഷ് ഹൂക്ക് കോർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ത്രെഡിലൂടെ അതുപോലെ ഫിഷ് ഹൂക്ക് ഒന്ന് കോർത്ത് സെൻറ്ററാക്കി വെക്കുക. അതിന് ശേഷം നമുക്കിതിനൊന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് നിൽക്കില്ല. നമ്മൾ എടുക്കുന്നത് എലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ ലൂസായിട്ട് പോകും. അപ്പോൾ നമ്മൾ ഒരു കെട്ടിട്ടതിന് ശേഷം നമ്മൾ ബ്രേസ്ലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 2 വട്ടം കോർത്തിട്ട് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം. എങ്കിലാണ് അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ ഒരു കെട്ടിട്ടു, ഇനി നമുക്ക് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഫിഷ് ഹൂക്കിനൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് 2ാമത്തെ കെട്ടിട്ട് കൊടുക്കാം. സ്കൂളിലെ ശാസ്ത്രമേളയിൽ കുട്ടികൾക്ക് ബീഡ്സ് വർക്കിൽ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് പഠിപ്പിച്ച് കൊടുക്കാനും എളുപ്പമാണ്. കുഞ്ഞു മക്കൾക്കൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അല്ലെങ്കിലും ഇനിയിപ്പോൾ ബീഡ്സ് വർക്ക് അല്ലാതെ നമുക്ക് മക്കൾക്ക് ഇട്ട് കൊടുക്കാനും ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുന്ന സമയത്ത് നമുക്കിതൊരു ഹെവി ലുക്ക് തരുന്നത് കൊണ്ട് തന്നെ ഡ്രസ്സിന് മാച്ച് ചെയ്ത ബീഡൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 കെട്ടിട്ട് ിന് ശേഷം നമുക്കിനി ബീഡ്സുകൾ കോർത്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചിട്ട് ഭയങ്കര ടഫൊന്നുമല്ല, എളുപ്പമാണ് കേട്ടോ. 2-3 ബീഡ്സ് കോർക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കോർത്തെടുക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു 8mmൻ്റെ ബീഡ് കളർ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പേൾ ബീഡ് വൈറ്റ് കളർ ബീഡാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് 2 എണ്ണം ഫസ്റ്റിൽ നമ്മൾ 2 എണ്ണം ഇട്ട് കൊടുക്കണം. ആദ്യം മാത്രമേ നമ്മൾ ഈ ഒരു സൈഡിൽ 2 ബീഡ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നൊക്കെ ഓരോ ബീഡാണ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വരുമ്പോൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ആ കളർ ബീഡ് ഇട്ട് കൊടുത്ത സൈഡിൽ വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക. ബീഡ്സ് കോർക്കുന്ന ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ് നമുക്ക് ഈ ഒരു മാല ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആ കളർ ബീഡിൻ്റെ അടുത്ത് വൈറ്റ് ബീഡ് ഇട്ടു. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലെ ഒന്ന് പിടിച്ച് നോക്കണം, നിങ്ങൾ കറക്റ്റായിട്ട് നിൽക്കുന്നില്ലേ. 2 ബീഡും തമ്മിൽ ഒരുപാട് സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ 2 ബീഡ് കോർത്ത ആ ഒരു ത്രെഡിനെ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒറ്റ ബീഡ് ഉണ്ടല്ലോ, പേൾ ബീഡ്, അതിലൂടെ ഇതുപോലെ മുകളിലേക്ക് ആ ത്രെഡ് കൊണ്ടുവരിക. അതിന് ശേഷം അതിനെ വലിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതായത് നമ്മൾ കളർ ബീഡ് ഇട്ട അതിൻ്റെ അടുത്ത് കോർത്തിരിക്കുന്ന വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റുള്ള ബീഡിൻ്റെ ത്രെഡ് ഇതുപോലെ മുകളിലേക്ക് കൊണ്ടുവരിക. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂസ് പോകും. ഇനി അടുത്ത പ്രാവശ്യം ബീഡ് കോർക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഫസ്റ്റിൽ നമ്മൾ റൈറ്റ് സൈഡിൽ 2 വൈറ്റ് ബീഡ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ 2 വൈറ്റ് ബീഡ് ഇടില്ല, ഒറ്റ വൈറ്റ് ബീഡേ ഇടുള്ളൂ. ആദ്യത്തേലാണ് അത് വേണ്ടു. പിന്നെ നമ്മൾ 2 ഓരോന്നിട്ടിട്ടാണ് കേട്ടോ പോവുക. ഇനി നമ്മൾ വീണ്ടും ഈ കളർ ബീഡ് കോർത്തിട്ട് വരുന്ന ഏത് സൈഡിലാണോ ആ സൈഡിൽ തന്നെ നിങ്ങൾ വീണ്ടും കളർ ബീഡ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം, മാറി കൊടുക്കരുത്. അപ്പോൾ അത് വേറെ പാറ്റേൺ ആയി പോവും. അപ്പോൾ അതേ നമ്മൾ ആ സൈഡിൽ തന്നെ കളർ ബീഡ് ഒരു വൈറ്റ് ബീഡ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റുള്ള വൈറ്റ് ബീഡ് വന്നിരിക്കുന്ന ത്രെഡിൻ്റെ അതിൽ നമ്മളിതാ ഒരൊറ്റ പേൾ ബീഡ് കോർക്കാം. നമ്മൾ ചിലപ്പോൾ 2 എണ്ണം കോർക്കും. കാരണം ആദ്യം നമ്മൾ 2 എണ്ണല്ലേ കോർത്തതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോർക്കരുത്. അങ്ങനെ വരുമ്പോൾ വല്ലാതെ ബീഡിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഗ്യാപ്പ് വരും, ആ ഒരു പാറ്റേൺ തെറ്റിപ്പോവും. വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത് പറയുന്നത് ഇതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കണ്ട ആ ഒരു ഇതിൽ അങ്ങോട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ അത് വ്യത്യാസം വരും, അവിടെ ഭംഗിയില്ലാണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണമെന്ന് പറയണത്. അപ്പോൾ നമ്മൾ ഒരൊറ്റ ബീഡ് മാത്രമേ അവിടെ കോർക്കാവൂ. വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റുള്ള ആ വൈറ്റ് ബീഡിലൂടെ മാത്രം, കളർ ബീഡിലൂടെ കോർക്കരുത്, വൈറ്റ് ബീഡിലൂടെ മാത്രം നമ്മൾ ഇത് വീണ്ടും ത്രെഡിന് കോർത്തെടുക്കുന്നു. ഇനി ഈ പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി.
അപ്പോൾ നമ്മുടെ വീഡിയോ ബിഗിനേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വട്ടം കൂടി ഇത് കാണിക്കുന്നുണ്ട്. അതേ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു കളർ ബീഡ് കോർത്ത് കൊടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് ബീഡും കൂടി കോർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു വൈറ്റ് ബീഡ് കോർത്ത് വീണ്ടും നമ്മൾ ആ ഒരു വൈറ്റ് ബീഡ് കോർത്ത ത്രെഡിനെ നമ്മുടെ കളർ ബീഡ് കോർത്തതിൻ്റെ അടുത്തുള്ള വൈറ്റ് ബീഡിലൂടെ മുകളിലേക്ക് കോർത്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നമുക്കിത് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ നമുക്കിതിനെങ്ങനെ കോർത്തെടുക്കാം കേട്ടോ. ഹാഫ് ആകുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് സെൻറ്ററിൽ ആ ഒരു പെൻഡൻറ്റ് വരുന്ന രീതിയിൽ ചെയ്തിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇതേ രീതിയിൽ തന്നെ കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. സെൻറ്ററിൽ വരുന്ന ഭാഗത്ത് ചെയ്യുന്നതിൽ വ്യത്യാസം വരും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ പരമാവധി വീഡിയോസ് കാണുക. ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ വന്ന് പറഞ്ഞോളൂ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രീ ആയിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രീ ക്ലാസ്സാണ്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഈ ബീഡ്സൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് മേടിക്കുന്ന മാലയുടെ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് വാങ്ങി നിങ്ങൾ കാശ് കളയണമെന്നില്ല. നിങ്ങൾ പഠിക്കുന്നത് വരെ നിങ്ങളുടെ കുട്ടികളുടെ മാലയോ അങ്ങനെ ചെറിയ വിലയ്ക്ക് ഒരു 20 രൂപയ്ക്കൊക്കെ കിട്ടുന്ന മാലയുടെ മുത്തൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റോ മെറ്റീരിയലൊക്കെ വാങ്ങിച്ച് ചെയ്താൽ മതി. അപ്പോൾ വലിയ ഒരു ഫണ്ടൊന്നും ഇറക്കാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഇതേ നമ്മൾ സെൻറ്റർ വരെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സൈഡിൽ ആ ഒരു കളർ ബീഡ് 15 എണ്ണമാണ് കോർത്തത്. ഇതിപ്പോൾ ഒരു ചെറിയ മാലയായി, കാരണം ലെങ്ത്ത് ത്രെഡിന് കുറവായ കാരണം ഞാൻ ആ ഒരു 15 ബീഡ് കോർത്ത് നിർത്തി. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ത്രെഡ്, അതായത് നമ്മൾ കളർ ബീഡ് കോർത്ത് കൊടുക്കുന്ന ആ സൈഡിലെ ത്രെഡിൽ നമ്മൾ ആ ഒരു വലിയ ബീഡ് ഇട്ട് കൊടുത്തു ആദ്യം. അതിനുശേഷം നമ്മുടെ ആ ഒരു കളർ ബീഡ് ഇട്ടു. ഇനി കളർ ബീഡിനെ മാറ്റി നമ്മൾ ആ വലിയ ബീഡിൻ്റെ ഉള്ളിലൂടെ ത്രെഡിന് മുകളിലേക്ക് കോർത്ത് കൊടുക്കുക. ആ വലിയ ബീഡ് ഒരു 10 mm ഒക്കെ ഒരു ബീഡ് എടുത്ത് പ്ലെയിൻ ബീഡ് എടുത്താലും ഭംഗിയായിരിക്കും കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ആ ഒരു വൈറ്റ് ബീഡ് 10 mm ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈനർ ബീഡ് എടുത്തത്. ഇത് ഭംഗി കുറവുണ്ടെന്നല്ല, എങ്കിലും അതായിരിക്കും കുറച്ചും കൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെയിം ആ ഒരു ത്രെഡിൽ തന്നെ നമ്മൾ മുകളിലേക്ക് കോർത്തെടുത്ത ആ ഒരു ത്രെഡിൽ തന്നെ നമ്മുടെ കളർ ബീഡും ഒരു പേൾ ബീഡും ഇട്ട് നിർത്തുക, വൈറ്റ് ബീഡും ഇട്ടിട്ട് നിർത്തുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ആ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്ററിൽ മാത്രമാണ് ഒരു വ്യത്യാസം വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. അതായത് നമ്മുടെ വൈറ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ത്രെഡിനെ നമ്മൾ കോർത്ത് ടൈറ്റാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ചിട്ടൊന്ന് കണ്ടു നോക്കിക്കോളൂ. എളുപ്പമാണ്. നമ്മുടെ ആ ഒരു വലിയ ബീഡ് കോർത്തു, അതിനുശേഷം നമ്മുടെ കളർ ബീഡ് കോർത്തു, പിന്നെ കളർ ബീഡിനെ മാറ്റിയിട്ട് ആ വലിയ ബീഡിലൂടെ ആ ത്രെഡിനെ തന്നെ നമ്മൾ മുകളിലേക്ക് കോർത്ത് കൊണ്ടുവന്നു. ആ കോർത്ത് കൊണ്ടുവന്ന ത്രെഡിൽ നമ്മൾ കളർ ബീഡും ഒരു പേൾ ബീഡും ഇട്ടു. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒറ്റ വൈറ്റ് ബീഡ് ഇട്ടിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കളർ ബീഡിൻ്റെ അടുത്തുള്ള വൈറ്റ് ബീഡിലൂടെ ത്രെഡിൻ്റെ മുകളിലേക്ക് കോർത്ത് കൊണ്ടുവന്നു. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ, നമ്മൾ ക്ലാസ് ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ ഒറ്റ പ്രാവശ്യം പറഞ്ഞു പോയി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ക്ലാസ് കൊടുക്കുന്നതിന് യാതൊരു ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, മനസ്സിലാവുന്നതൊക്കെ സ്കിപ്പ് ചെയ്തോളൂ. പക്ഷേ ഇടയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിസ്സായി പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളാം. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഇനി നമ്മളിതാ ആദ്യത്തെ അതേ രീതിയിൽ തന്നെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ആ ഒരു 15 കളർ ബീഡ് കോർത്ത പോലെ തന്നെ ഇനി വീണ്ടും നമ്മൾ ആ ഒരു 15 കളർ ബീഡ് ഇവിടെ വരണം. അപ്പോൾ സെൻറ്ററിലെ ബീഡ് തുടങ്ങി നമ്മൾ നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുള്ളായിട്ട് കോർത്തേണ്ട കണ്ടോ. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് പണി പാളിയെന്ന് മനസ്സിലായത്. കാരണം ത്രെഡിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയി. പക്ഷേ ഭാഗ്യത്തിന് നമുക്ക് കെട്ടിടാനുള്ള ആ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു. അത് കാരണം പിന്നെ വീണ്ടും അഴിച്ചെടുക്കേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ത്രെഡ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സൈഡ് റിങ്ങിന് ഇട്ടിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കെട്ടിടാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സൈഡ് റിങ് ഒന്ന് പുറത്തൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ബ്രേസ്ലെറ്റ് അതുപോലെ പാദസരമൊക്കെ ചെയ്യുന്നതിൽ നമ്മൾ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വട്ടം കോർത്ത് കെട്ടിയതിന് ശേഷം രണ്ടാമത് 2 വട്ടം കോർത്തിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതാകുമ്പോൾ പിന്നെ ഊരിപ്പോവില്ല. അത് നമുക്ക് വേണമെങ്കിൽ 2 വട്ടം റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കണമെങ്കിൽ ഉരുക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഉരുക്കി കൊടുത്തിട്ടില്ല. ഉരുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ഉരുക്കരുത്. ഉരുക്കി കഴിഞ്ഞാൽ നമ്മൾ ആ കെട്ടിട്ട ത്രെഡ് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് ത്രെഡിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മക്കളെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണിത്. ഇപ്പോൾ ഈ ഒരു ഫിഷ് ഹൂക്കിന് പകരം നമുക്ക് എസ്കൊളുത്തൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അതൊക്കെ നമുക്ക് അധികം റേറ്റ് ഒന്നും ഇല്ലാതെ സിൽവറൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കളറും പോവില്ല. അപ്പോൾ നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയുക എങ്ങനെയുണ്ട് മാല എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.